ഈ ദർശനങ്ങളെ ആൾക്കാർ പിൻപറ്റാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ, ഏത് മാർഗത്തിൽ പോകണോ, ആ മാർഗത്തിൽ പോകണോ, അപ്പോൾ ഏത് മാർഗത്തിൽ പോയാലാണ് ശരിക്കും ആത്മീയ വളർച്ചയുണ്ടാകുക, മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ. അപ്പോൾ അത് മതത്തിനകത്ത് തന്നെ വിവിധ മതങ്ങളുണ്ട്. ക്രൈസ്തവ മതത്തിൽ നിൽക്കുന്ന ഒരു പെന്തക്കോസുകാർ മാടി വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന പ്രവണതയുണ്ട്, പിന്നെ അവിടെ നിന്ന് ചാടി ഇപ്പുറത്തോട്ട് പോകുന്ന പ്രവണതയുണ്ട്. സോ ആൾക്കാർക്ക് കൺഫ്യൂഷനാണ്, എവിടെയാണ് ശരിക്കും എനിക്ക് മോക്ഷപ്രാപ്തി കിട്ടുക എന്നുള്ളത്. അതെ അതെ അതെ, ഇതൊരു വല്ലാത്ത ചോദ്യമാണ്. ജനം 3 തട്ടിലാണ്. 3 തട്ടിലല്ലേ ഇപ്പം നാലാമത്തെ തട്ടിലേക്ക് തിരിഞ്ഞ് വേറെ രീതിയിൽ നിൽക്കുക, അക്രമവാസനയുമായിട്ട്. തീസം, എത്തിസം, അപ്നോത്തിസിസം എന്നും പറഞ്ഞിട്ട് 3ആയിട്ട് ജനം വിഭജിച്ച് നിൽക്കുകയാണ്. എന്തിൻ്റെ പേരിൽ? ഈ ദൈവവിശ്വാസത്തിൻ്റെ പേരിൽ, ഈ ദർശനങ്ങളുടെ പേരിൽ. അതെ. അപ്പോൾ ആത്മീയവാദികളുടെ ഒരു രീതിയുണ്ട്, ഭൗതികവാദികളുടെ ഒരു ജീവിത രീതിയുണ്ട്, അതുകൂടാതെ ജൈവികവാദികളുടെ ഒരു രീതിയുണ്ട്. ഇത് ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറയുന്ന ഈ ത്രിഗണങ്ങളുടെ വൈഭവമായിരിക്കുന്ന അതേ പ്രതിഭാസത്തിൽ നിന്ന് ഉദിച്ചതാണ് ഇത് 3. അതാ ആത്മാവിന്, അറിവിന് പ്രാധാന്യം കൊടുക്കുന്നത് ആത്മീയവാദികൾ, ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഭൗതികവാദികൾ. ഇതല്ല, മനസ്സിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് ജൈവികവാദികൾ. സ്നേഹത്തിന് പ്രാധാന്യം, സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് ജൈവികവാദികൾ. ഇപ്പം ലോകം ഒരു കാര്യം മറന്നിട്ട് 2 കാര്യത്തിലായിട്ട് നിൽക്കുകയാണ്. ഇതിൽ 2ലും പെടാത്ത ആളുകളും ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് നിൽക്കുന്ന ആത്മീയവാദികളും ഭൗതികവാദികളുമാണ്. ഭാരതം നിൽക്കുന്ന അവിടെയല്ല. ഇപ്പോൾ ആത്മീയവാദത്തിൻ്റെ ആസ്തികത്വത്തിലും ഭൗതികവാദത്തിൻ്റെ നാസ്തികത്വത്തിലുമല്ല ഭാരതം നിൽക്കുന്നത്. ഈ മനസ്സെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഏറ്റവും വലുത് മനസ്സാണ്. ഇതെല്ലാം ആസ്വദിക്കുന്നത്, ഈ സ്വർഗീയതയും നരകവും എല്ലാം ആസ്വദിക്കുന്നത് മനസ്സാണ്. അറിവിനെ സ്വീകരിക്കുന്നത് മനസ്സാണ്. അറിവ് വേദ്യമാകുന്നത്, വേദനകളെ വേദ്യമാകുന്നത്, അറിവ് വേദ്യമാകുന്നത് മനസ്സിലാണ്. ആ മനസ്സിൻ്റെ ഒരു സയൻസ് ഉണ്ട്. അത് നാസ്തികതയുമല്ല ആസ്തികതയുമല്ല, സാത്വികതയാണ്. ആ സാത്വികതയിലാണ് ഭാരതം നിൽക്കുന്നത്. സാത്വികതയിൽ വരുമ്പോഴാണ് ഇത് അനുഭവിക്കാൻ പറ്റുന്നത്. മനസ്സിലാണോ? ഇപ്പോൾ ആത്മീയതയുണ്ട്, അറിവുണ്ട്. അറിവുണ്ടായിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. ഭൗതികതയിൽ നമുക്ക് നാസ്തികത്വമുണ്ട്, എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒന്നുമില്ല. പക്ഷേ ഇത് രണ്ടും ചേർത്ത് വയ്ക്കുന്ന ആ സാത്വികതയിലാണ് നമുക്ക് എന്തെങ്കിലും നന്മ ഈ ലോകത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ്, അവിടെയാണ് സ്വാധീനം അപ്പുറത്ത് സാത്വികം എന്ന് പറയുന്ന തലത്തിലേക്ക് ഭാരതം നിൽക്കുന്നത്. ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ വെജിറ്റേറിയൻ കൺട്രി ആവുന്നത് അവിടെയാണ്. അപ്പോൾ ഈ നാസ്തികതയോ ആസ്തികതയോ അല്ല, അതിനും അപ്പുറത്ത് സാത്വികതയിലേക്കാണ് ലോകം മാറേണ്ടതെന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതം ഇവിടെ വെച്ചിട്ടുണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ആ ദർശനങ്ങളിലേക്ക് വന്നത്? ഭാരതം മുന്നോട്ട് പോകുന്ന ഈ തലത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ, 1 ദിവസമോ 2 ദിവസമോ 1 ദർശനമോ 2 ദർശനമോ 3 ദർശനമോ ഒന്നും കൊണ്ടല്ല ഭാരതം ഇവിടം വരെ യാത്ര ചെയ്തെത്തിയത്. അത് ദർശനങ്ങളുടെ ഒരു പെരുമഴയാണ് ഇവിടെ പെയ്തിറങ്ങിയത്. അത്രയും നമ്മളെല്ലാം മനസ്സുകളെ തളിർപ്പിക്കുകയും കിളിർപ്പിക്കുകയും ചെയ്തിട്ടുള്ള അത്രയും വലിയ ദാർശനികന്മാരുടെ നാടാണ് നമ്മുടേത്. അപ്പോൾ ഒരു ദർശനം നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ പറയുക, ഇതാണ് ഒരു സംഭവം. പക്ഷെ 2ാമത്തെ ദർശനത്തിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അതാണ് മനസ്സിലാവും, അതാണ് സംഭവം, ഇതൊന്നല്ല. ഇത് 3ാമത്തെ കേട്ട് കഴിയുമ്പോൾ ഇതാണ് നല്ലതെന്നോ. അങ്ങനെ ഈ നിരവധിയായിട്ടുള്ള ദർശനങ്ങൾ ഭാരതത്തിലുണ്ട്. ഇപ്പോൾ ആ ദർശനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയും അത് പഠിക്കാൻ നമുക്ക് പറ്റാൻ കുറച്ച് പാടാണ്, ചെന്ന് പറ്റാൻ കുറച്ച് പാടാണ്. പക്ഷേ അതിനെക്കുറിച്ച് ബേസിക് ആയിട്ടെങ്കിലും അറിയുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ മനുഷ്യനായിട്ട് രൂപാന്തരപ്പെടും. അതാണ് ആ ദർശനങ്ങളിലേക്കുള്ള വഴിച്ചാലിലേക്ക് ജനങ്ങൾ എത്തണം. ഒരു ദർശനത്തിലോ ഒരു വാദത്തിലോ അല്ലെങ്കിൽ ഒരു വേദത്തിലോ മാത്രം കണ്ണുടക്കി നിൽക്കേണ്ടവരല്ല, മനസ്സുടക്കി നിൽക്കേണ്ടവരല്ല, അല്ലെങ്കിൽ ആ ഒരു ദർശനത്തിനോ ഒരു എന്താ പറയുക സിദ്ധാന്തത്തിനോ മാത്രം നമ്മുടെ തലച്ചോറിനെ പണയം വെക്കേണ്ടതല്ല. എല്ലാത്തിനെയും ആസ്വദിക്കണം. ഇപ്പോൾ ചോറ് കൊണ്ടുപോയിട്ടിരിക്കും എല്ലാ ദിവസവും. അപ്പോൾ അടുത്തുള്ളവരൊക്കെ ബിരിയാണിയോ മറ്റ് വിഭവങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ഇത് മാത്രമാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഫുഡ് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് ശരിയാണ്? ഒരിക്കലും അല്ല. മറ്റുള്ളവർ കഴിക്കുന്നതിൻ്റെയും സ്വാദ് എന്താണ്, മറ്റുള്ളവർ കഴിക്കുന്നത് കൊണ്ട് അവർക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ട്, അതിനകത്ത് എന്താണ് കണ്ടൻ്റ് ഉള്ളത്, അതെങ്ങനെ നമുക്ക് നിത്യവും ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാം മിക്സഡായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പോൾ എല്ലാ ദിവസവും പുട്ടാണ്, 3 നേരം പുട്ട് കഴിക്കുക. അതാണ് ഇവിടെ മതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 നേരം പുട്ട് കുത്തി തീറ്റിച്ചോണ്ടിരിക്കുക.
ഇതല്ല. 3 നേരമാണെങ്കിൽ പിന്നെയും സഹിക്കാം. ഇത് ജനിച്ചു തൊട്ട് മരിക്കുന്നത് വരെ പല വിഭവങ്ങൾ കഴിക്കുമ്പോൾ അറിവിലും അതുപോലെ തന്നെ പലത് നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിനെ നല്ലതിനെ നമ്മൾ സ്വീകരിക്കുകയും ആ ദർശനങ്ങളിലേക്ക് നമ്മളുടെ ജീവിത ദർശനത്തെ ഒന്ന് എടുത്ത് വെക്കുകയും ചെയ്യുക. അത് നമ്മൾ അറിയേണ്ടത് നന്മ അറിയുമ്പോൾ നമുക്ക് ഒരു കാര്യം കേൾക്കുമ്പോൾ അതിൻ്റെ നന്മകളെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നന്മയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള ഗ്രന്ഥങ്ങളെ പാരായണം ചെയ്യുകയും നിരവധിയായിട്ടുള്ള ദർശനങ്ങളെ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല, വിമർശിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പഠിക്കുന്നത് ആളുകൾ. പക്ഷെ വിമർശിക്കാൻ വേണ്ടിയിട്ടില്ല, അറിയാൻ വേണ്ടി പഠിക്കുകയും അറിയുകയും അതിനകത്ത് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ബെറ്ററായിട്ട് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഇതിന് വിമർശിക്കാൻ പോലും നമ്മൾ അർഹനാകുള്ളൂ. അപ്പോഴും വിമർശിക്കാൻ പറഞ്ഞിട്ടില്ല. നേതി നേതി ഇതല്ല തത്വമസി എന്ന് പറയുമ്പോഴും നേതി നേതി എന്ന് പറയാനുള്ള ആ അറിവിന്റെ തലമാണ് ഭാരതം പറയുന്നത്. അപ്പോൾ യുക്തിയുടെ തലമല്ല അവിടെ, അധികം മേലെ സ്വസ്തിയുടെ തലത്തിലേക്ക് എത്തിയിട്ടാണ് എങ്ങനെ ഈ ദർശനങ്ങളെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനകത്തുനിന്ന് എങ്ങനെ കൂടുതൽ സ്വസ്തി, സമാധാനം, സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് കിട്ടും. സർവ്വജീവലോകത്തിനും, മനുഷ്യർ മാത്രമല്ലല്ലോ, സർവ്വജീവലോകത്തിനും എങ്ങനെ സുഖം ഭവിക്കും. നമ്മളുടെ ജന്തുലോകം മാത്രമല്ലല്ലോ, ചരിക്കുന്ന ലോകവും ചരിക്കാത്ത ലോകവും ഉണ്ട്. ഇത് രണ്ടും കൂടി എങ്ങനെ ഈ യുഗ്മസഞ്ചാരം സാധ്യമാക്കാനായിട്ട് ഈ ദർശനങ്ങളിലൂടെ സാധിക്കും. ഇവരെ ഒന്നിച്ച് എങ്ങനെ ചേർത്ത് വെക്കാൻ പറ്റും. അതാണ് നമ്മൾ ഈ ദർശനങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാണ്ട് നമ്മളുടെ മാനസികമായിട്ടുള്ള സുഖമോ നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള നേട്ടമോ അല്ല ഈ ദർശനങ്ങളൊന്നും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിലെല്ലാം കൂടി ചേർത്തിട്ട് ഒരു പുതിയ ദർശനത്തിൻ്റെ ആവശ്യകത ലോകം കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും ഞങ്ങൾ മോഹൻജിയായിട്ട് എപ്പോഴും സംസാരിക്കുമ്പോഴും ഈ ദർശനങ്ങളുടെ ഒരു ക്രോഡീകരണം അനിവാര്യതയിലേക്ക്, ആ ലോകത്തിൻ്റെ അനിവാര്യതയിലേക്ക്, ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ, ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിർമ്മാണം നടക്കുന്നത് യുദ്ധസാമഗ്രികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട്, സർവ്വ പുൽക്കൊടിക്കും വേണ്ടിയിട്ട്, സർവ്വ ജന്തുലോകത്തിനും വേണ്ടിയിട്ട്, സർവ്വ മാതൃലോകത്തിനും വേണ്ടിയിട്ടാവുമ്പോൾ നല്ല കുട്ടികൾ പിറക്കും. അതെ.